കാലം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡോക്ടർ തോംസൺ ആൻ്റണിയാണ്. അദ്ദേഹം ദുബായ് ആസ്റ്റർ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവ പരിപാലനയുടെ മുഖം, അദ്ദേഹത്തെ ദൈവം എങ്ങനെ കാത്തു പരിപാലിക്കുന്നു, ജോലിയിലും ജീവിതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ അനുഭവിക്കുന്നു, ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തിരിച്ച് കേൾക്കാം. സ്നേഹത്തോടെ ഡോക്ടറിനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ തോംസൺ ആൻ്റണി, സ്വയമായി ഒന്ന് പരിചയപ്പെടുത്തൂ. നാട്ടിലെവിടെയാണ്, കുടുംബം, അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ, സ്ഥലം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ അതിരൂപതയിൽ വടൂക്കര ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവക അംഗമാണ്. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഇവിടെ ദുബായിലായിരിക്കുന്നത്. എൻ്റെ ഭാര്യയുണ്ട് രശ്മി, 4 മക്കളാണ്. 2 പേര് നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മോണിക്ക, ആൽബർട്ട്. 2 പേര്, താഴെയുള്ള 2 പേര് ഇവിടെ ഉണ്ട്, എമ്മാനുവൽ എൻ്റെ അമ്മ. എൻ്റെ ഡാഡി 1.5 വർഷം മുമ്പ് മരണമടഞ്ഞു. മമ്മിയുണ്ട്, ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ്. ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. ഞാൻ ഏറ്റവും മുതിർന്ന ആളാണ്. പിന്നെ താഴെ 2 സഹോദരിമാരും ഏറ്റവും താഴെ ഒരു സഹോദരനുണ്ട്. ഉണ്ട്. നാട്ടിൽ കുടുംബത്തെ പറ്റി ചോദിച്ചപ്പോൾ പേരൻസ്, അപ്പനും അമ്മയും, അപ്പൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് മരണമടഞ്ഞത്. അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. കുടുംബത്തിൽ ദൈവിക സ്നേഹത്തെ കാണാൻ, അല്ലെങ്കിൽ സഭാസ്നേഹത്തെ കാണാനൊക്കെ ഡോക്ടർ തോംസൺ ആൻ്റണിക്ക് സാധിച്ചിരുന്നു. എന്തായിരുന്നു കുടുംബ പശ്ചാത്തലത്തിലെ ദൈവിക ഇടപെടൽ? നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ? എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ഇടവകയിലായിരുന്നു, കണ്ണംകുളങ്ങര ക്രിസ്തുരാജ ദേവാലയം. അന്നത് വളരെ ചെറിയ ഇടവകയാണ്, എണ്ണം കൊണ്ട് ചെറിയ ഇടവകയാണ്. 120 ചെല്ലാൻ വീടുകൾ മാത്രമേ ഇടവകയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും വേണം. പിന്നെ ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പാപ്പൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത്, അപ്പാപ്പനും പള്ളിയായിട്ട് അത്ര നല്ല ബന്ധമുണ്ട്. പള്ളിയിലെ ആവശ്യങ്ങൾക്കും പള്ളിയിലത്തെ പരിപാടികൾക്കും അവിടുത്തെ വികാരി അച്ഛന്മാരായിട്ടും മഠമായിട്ടും ഒക്കെ നല്ല ബന്ധം, അവിടുത്തെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു. എൻ്റെ ഡാഡിയാണെങ്കിലും ഡാഡിയുടെ സഹോദരങ്ങളാണെങ്കിലും ഒക്കെ പള്ളിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ പള്ളിയായിട്ട് അവിടെ വരുന്ന വികാരി അച്ഛന്മാരായിട്ട്, പിന്നെ ചെറിയ സമൂഹമാണല്ലോ, വളരെ ചെറിയ ഒരു ഇടവകയാണ്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർമാരായിട്ടൊക്കെ വളരെ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സഭയുടെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ തിരുവാല സഖ്യം തൊട്ടേ പള്ളിയായിട്ട് ബന്ധമുണ്ട്. പിന്നീട് അതെ, അൾത്താര ബാലനായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ 4ാം ക്ലാസ് മുതൽ കുർബാനയ്ക്ക് കൂടിയിട്ടുണ്ട്, അൾത്താര ബാലനായിട്ട്. പിന്നെ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു ഡോക്ടർ തോംസൺ നല്ല പാട്ടുകാരനാണ്. അപ്പോൾ ഗായക സംഘത്തിലുണ്ടായിരുന്നു? ഗായക സംഘം സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഔചാരികമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് എൻ്റെ വീട്ടിലും ഞാനൊരു പാട്ടുകാരനായിരുന്നില്ല, കാരണം ഞാൻ തുറന്ന് പാടിയാലല്ലോ വെള്ളം കേൾക്കുള്ളൂ. പക്ഷേ എൻ്റെ സഹോദരങ്ങളായിരുന്നു കുറച്ചും കൂടെ. എൻ്റെ അനിയത്തി നന്നായിട്ട് പാടും, അനിയൻ നന്നായിട്ട് പാടും. അപ്പോൾ അവരൊക്കെയായിരുന്നു വീട്ടിലെ പാട്ടുകാർ. പിന്നീട് ഇതുപോലെ ഞാൻ ആക്ച്വലി ഈ കോളേജിൽ വന്നതിന് ശേഷം, ഈ പ്രൊഫഷണൽ കോളേജ്, മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷമാണ് അവിടെ ഒരു ക്ലാസ് ഡേയിലൊക്കെ വന്ന്, ആ സമയത്താണ് ഞാൻ കുറച്ചും കൂടെ മുതിർന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിൽ ഗായക സംഘത്തിൽ കയറി. അതെ അതെ. അതിനു മുമ്പ് ഒരിക്കലും ശ്രമം നടത്തിയായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വികാരി അച്ഛൻ നമ്മളെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഒരു തപ്പുണ്ടല്ലോ അന്ന് ചെറുപ്പത്തിൽ, ഹാർമോണിയം തപ്പ്, അങ്ങനെ തപ്പ് തന്നിട്ട് എന്നോട് പിടിച്ചോളൂ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ വേഗാൾത്താരപാലിലേക്ക് തന്നെ തിരികെ പോയി. അത് വളരെ സന്തോഷകരമായ ഒരു ന്യൂസായിരുന്നു. പഠിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു ടൈമിലാണ് നമുക്ക് മനസ്സിലായത് ഒരു പാട്ടും നമുക്ക് കഴിവ് പറ്റും എന്നൊക്കെ ഉള്ളതല്ലേ. തീർച്ചയായിട്ടും തിരിച്ച് ഞാൻ വരികയാണ്. കുടുംബ പ്രാർത്ഥന, അല്ലെങ്കിൽ അതിൽ ഒരു ചിട്ടയായ ജീവിതം, നമുക്ക് ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ തലമുറയിൽ ഒരു പക്ഷേ നമ്മളൊക്കെ വളർന്നു വന്നപ്പോൾ നമ്മളെയൊക്കെ കൃത്യമായി പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്ന ഒരു വല്യപ്പൻ, വല്യമ്മ, അപ്പൻ, അമ്മ ഒക്കെ നമുക്കുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും ജോലി തിരക്കുകളുണ്ടോ, ജീവിത വ്യഗ്രത കൊണ്ടോ മാറ്റിവെക്കാവുന്ന പല സംഭവങ്ങളിലൊന്നായി കുടുംബ പ്രാർത്ഥനയൊക്കെ മാറുന്നൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡോക്ടറിനെ പോലെ പഠിച്ച ഒരു ഡോക്ടറായി ഇതുപോലൊരു പ്രൊഫഷനിൽ നിൽക്കുമ്പോഴും ബേസിക്കലി നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ പല കാര്യങ്ങളും നമ്മുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടുംബ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ചിട്ടയായ ക്രമങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു അപ്പനോ അമ്മയോ കുടുംബ അന്തരീക്ഷമോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? എന്തായിരുന്നു അത് ആ അവസ്ഥകൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാപ്പനും അമ്മാമയുള്ള സമയം മുതൽ തന്നെ, പ്രത്യേകിച്ച് അമ്മാമയൊക്കെയുള്ള സമയത്ത്, വല്യമ്മ, അതായത് അപ്പൻ്റെ അമ്മ ഉള്ള സമയത്ത് തന്നെ പ്രാർത്ഥനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു. അന്ന് മുതലേ ഉണ്ട്.
ഇന്നും തുടർന്നു പോരുന്നു. തുടർന്ന് മാതാപിതാക്കളും ഇപ്പോഴാണെങ്കിലും ഭാര്യയാണെങ്കിലും പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധാലുക്കളാണ്. പിന്നെ അന്നും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പരിചയപ്പെട്ട വൈദികരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും, പിന്നെ ഞാൻ കുറച്ചു കാലം മതാധ്യാപകനായിരുന്നു, ഒരു 4 വർഷം. അതെ, അങ്ങനെയുള്ള ബന്ധങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു ഇൻപുട്ട് കിട്ടുന്നുണ്ടല്ലോ, വിൻസെൻ്റ് ഇപ്പോൾ, CLC. അപ്പോൾ അതെല്ലാം നമുക്ക് ആധ്യാത്മികതയോട് ഒരു ബന്ധപ്പെട്ട് നിൽക്കാൻ എപ്പോഴും നമുക്കൊരു പ്രചോദനമുണ്ട്. പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് ഒരു പ്രചോദനമുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിലും പുറത്ത് പള്ളിയിലാണെങ്കിലും അത് അങ്ങനെ തുടർന്ന് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സ്പിരിച്വാലിറ്റി ഉള്ള ഒരു ലൈഫിലാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന അന്നത്തെ സിറ്റുവേഷൻ. ഇന്ന് ഡോക്ടറിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് നഷ്ടമാകുന്നതായി തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ കൃത്യമായ ഒരു ഗൈഡൻസ് ദൈവത്തോട് ചേർന്ന്, പഠനത്തിന് എല്ലാവർക്കും കൃത്യതയുണ്ട്, കാരണം മാതാപിതാക്കന്മാർ അത് പഠിപ്പിക്കുന്നുണ്ട്, അല്ല ജോലിക്ക് വേണ്ടി അവർ ശ്രമിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആധ്യാത്മികതയിലും ഇതുപോലെ വളർന്നു വരാൻ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു പ്രോത്സാഹനം മാതാപിതാക്കന്മാരിൽ നിന്ന് ഒരു പക്ഷേ അന്നത്തതുപോലെ ഇന്ന് കിട്ടുന്നുണ്ടോ? ഡോക്ടറിൻ്റെ അനേകം മനുഷ്യരോടുള്ള ബന്ധങ്ങളും അറിവുകളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് തോന്നുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നല്ല മാതൃകകൾ കുടുംബത്തിലാണെങ്കിലും നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികളിലാണെങ്കിലും സഭയിലാണെങ്കിലും വൈദികരിലും സന്യാസ്ത്രിലും ഒക്കെ കാണുന്ന നല്ല മാതൃക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ നമ്മളത് സ്വാധീനിക്കും. നമ്മൾ ഒരു പാഠപുസ്തകമോ അല്ലെങ്കിൽ ബൈബിളോ അതല്ലെങ്കിൽ അതിൻ്റെ സഭാപഠനങ്ങളോ പഠിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളെല്ലാം ചോദിച്ചറിയാനും അതിൻ്റെ കാരണങ്ങൾ അറിയാനും താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഈ സഭയുടെ പഠനങ്ങളാണെങ്കിലും എന്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിശുദ്ധ കുർബാനയിൽ എന്തുകൊണ്ട് ഇന്നൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ മനസ്സിലാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചാൽ അതന്വേഷിക്കുന്നവരത് കൂടുതലായിട്ട് ഇതിലേക്ക് വരാനും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഇപ്പോഴും ദൈവത്തെ അന്വേഷിക്കാത്തവരൊട്ടും കുറവല്ലെന്ന് തോന്നുന്നു. കറക്റ്റാണ്, ഡോക്ടർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. നമ്മളെ ആദ്യം സ്വാധീനിക്കുന്ന ഒരു പക്ഷേ നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് പഠനത്തിലൂടെ ദൈവത്തെ അറിയുന്നത്. അതിനു മുമ്പൊക്കെ നമ്മൾ ഈ ദൈവത്തെ കണ്ടത് ഇടവകയിലെ അച്ഛൻ പറയുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ, സന്യസ്തരെ നമുക്ക് ഒരിക്കലും മറക്കാം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ മോഡലായിരുന്നു അവർ. സിസ്റ്റേഴ്സ് അൾത്താരെ അലങ്കരിക്കാൻ വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സിസ്റ്റർമാരെക്കാൾ കൂടുതൽ. അതെ, കറക്റ്റാണ് അത്. തീർച്ചയായിട്ടും ആ കുഞ്ഞിലെ നമ്മളെ കൊണ്ടു നടന്ന സിസ്റ്റർമാരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അവർ അൾത്താരെ അലങ്കരിക്കുന്നതും പാട്ടിന് ട്രെയിനിങ് തരുന്നതും അല്ലേ, അവരുടെ ആ ഒരു സ്നേഹവും. അപ്പം ആവശ്യമില്ലാതെ സന്യസ്തവും പൗരോഹിത്യവും അപമാനിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അവരുടെ സ്ഥാനത്തെയും കൂടെ നമ്മൾ ഈ നിമിഷം ഓർക്കുന്നു, ബഹുമാനത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇനി അടുത്തത്, ഏറ്റവും നല്ല ഒരു കഴിവുള്ള അല്ലെങ്കിൽ നല്ല ജ്ഞാനമുള്ള ബുദ്ധിയുള്ള വ്യക്തികൾക്കാണ് ഡോക്ടറാകാൻ പറ്റുക. അത് തീരെ സിമ്പിളായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അത്രയേറെ പഠിച്ചേ പറ്റൂ, ഒത്തിരി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, മനസ്സും അതെ, ചിന്തകളും അതെ, ആരോഗ്യം എല്ലാം, രാവും പകലും ഇല്ലാതെ അധ്വാനിക്കണം. ഇപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അതോ എന്നും തന്നെ നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു? എന്തായിരുന്നു പഠന കാലഘട്ടത്തെ പറ്റി എന്ന് പറയാമോ? ഞാനങ്ങനെ എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നില്ല, എന്നാൽ തീരെ മോശമൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. എല്ലായിടത്തും എന്താ പറയുക, ഗവൺമെൻറ് കോളേജസിൽ തന്നെ പഠിക്കാനുള്ളൊരു ഭാഗ്യം, അതേ മീൻ മെറിറ്റിൽ തന്നെ പഠിക്കാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നിരുന്നു. പിന്നെ അപ്പോൾ അതുകൊണ്ട് തീരെ മോശം എന്ന് പറയില്ല, എന്നാൽ എക്സ്ട്രാ ഓർഡിനറി എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ഉള്ള ഒരു കഴിവും ദൈവം തന്നിരുന്നു തീർച്ചയായിട്ടും. ഈ പഠനത്തിന് വേണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകാൻ സമയമില്ലാത്ത ഒരവസരം വന്നിട്ടുണ്ടോ? അതെയോ ഈ പഠനത്തിനൊപ്പം തന്നെ ആ പ്രാർത്ഥനയെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി സമയം കണ്ടെത്താൻ പറ്റിയിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പഠനകാലങ്ങളിൽ എല്ലാ ദിവസവും ഇപ്പോൾ വിശുദ്ധ കുർബാന പലപ്പോഴും നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ പ്രാർത്ഥനയും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ധ്യാനങ്ങളും അതിനുള്ള ബന്ധവും എപ്പോഴും നിലനിർത്തിയിരുന്നു. അത് എല്ലാ കാലഘട്ടത്തിലും, ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് തലമാണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് തലമാണെങ്കിലും അതിന് ശേഷമൊക്കെയും അത് അന്നും ഇന്നും ഉണ്ട്. എന്തെല്ലാം പഠിച്ചാലും പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാകും, ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താനും സമയം ഉണ്ടാകും. അതാണ് വ്യത്യാസം. പ്രാർത്ഥന എന്നുള്ള രീതിയിലല്ല, ദൈവമായിട്ടുള്ളൊരു ബന്ധം, ഒരു വ്യക്തിപരമായ ഒരു ബന്ധം നിലനിർത്തുക എന്നുള്ള, അതിനെപ്പോഴും സമയം കിട്ടും. അതെ, അതിന് സമയം നമുക്ക് ദൈവം തരും എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് പഠനത്തിൻ്റെ ആ ഒരു സ്റ്റേജുകളൊന്ന് മനസ്സിലാക്കാം. സ്കൂള് പഠനം, അതുപോലെ തന്നെ കോളേജ്, പിന്നീട് പഠിച്ച ഡോക്ടറാകാൻ പഠിച്ചത്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഞാൻ സ്കൂള് തുടങ്ങിയത് 4ാം ക്ലാസ് വരെ പഠിച്ചത് സെയിൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് സ്കൂൾ തൃശ്ശൂർ. തുടർന്ന് 5 മുതൽ 10ാം ക്ലാസ് വരെ വീണ്ടും മറ്റൊരു സെയിൻറ്റ് ജോസഫ്സ് മോഡൽ ഹൈസ്കൂൾ
തൃശ്ശൂർ തന്നെ പെരിയച്ചിറ എന്ന് പറഞ്ഞ അവിടെയുള്ള സ്ഥലത്ത്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിച്ചത് സെൻറ്റ് തോമസ് കോളേജ്, അത് തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഒരു കോളേജാണ്. തുടർന്ന് ഞാൻ MBBS പഠിച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് മദ്രാസ് ജനറൽ ഹോസ്പിറ്റൽ, അതായത് മദ്രാസ് മെഡിക്കൽ കോളേജ് ചെന്നൈ, അവിടെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചത്. ഈ പഠനയാത്രയിലെല്ലാം ഒരു പക്ഷേ ദൈവത്തിൻ്റെ കരത്തെ പഠിക്കുന്നത് നമ്മളുടെ കഴിവ് തന്നെ കൊണ്ടല്ല, അത് ദൈവം തരുന്നൊരു ജ്ഞാനവും കൂടെയാണല്ലോ. തീർച്ചയായിട്ടും അധ്വാനം നമ്മൾ ചെയ്യുന്നു, ബാക്കി ദൈവമാണ് ചെയ്യുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വഴികളിലെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് തന്നെ നടത്തി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MD എടുക്കുക, അവിടം വരെ ഒരു യാത്ര വളരെ സുന്ദരവുമാണ്, എന്നാൽ അതിനേക്കാൾ ഉപരി ത്യാഗം വേണ്ടതുമാണ്. അപ്പോൾ ആ സമയങ്ങളെല്ലാം ദൈവം കൂടെ ഇരുന്ന് നടത്തുകയായിരുന്നു, നമ്മൾ വിശ്വസിക്കുകയാണ്. പിന്നീട് നമ്മൾ ദുബൈയിലേക്ക് കടന്നു വന്ന എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് ഇത്രയും, ഇവിടുത്തെ ഡോക്ടർ പല ശുശ്രൂഷകൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് ഇതിലേക്ക് വന്ന കാലഘട്ടം എന്താണ്, കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് വന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് ഇനി നമുക്കറിയേണ്ടത്. തീർച്ചയായിട്ടും ദുബൈയുടെ ജീവിതത്തെ പറ്റി ഒന്ന് പറയൂ. ഞാൻ ദുബായിലേക്ക് വരുന്നത് 2009 ഏകദേശം 12 വർഷത്തോളം ആകാറായി. അത് ഇവിടെ തന്നെ എന്നെ പഠിപ്പിച്ചിരുന്നൊരു ഡോക്ടർ വർക്ക് ചെയ്തിരുന്നു. ഡോക്ടർ തിരിച്ചു പോകുമ്പോൾ എൻ്റെ സാറാണ് ഇങ്ങോട്ട് എന്നെ ആക്കിയത്. അങ്ങനെ ആ സമയത്ത് എനിക്കും കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ആ ഒരു തീരുമാനം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ദൈവം അങ്ങനെയാണ് നടത്തിയത്. ബുദ്ധിമുട്ടായിരുന്നു ഇൻ ദ സെൻസ്, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അക്കാഡമിക് ഫീൽഡിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മാനസികമായിട്ട് പെട്ടെന്ന് വിട്ടുപോരാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇവിടെ വന്നു. അപ്പോൾ തുടക്കത്തിൽ ഉടനെ തന്നെ തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. പക്ഷെ പിന്നീട് ക്രമേണ ഇവിടെ വരുന്നു, പിന്നെ അത് നീണ്ടുപോകുന്നു. പക്ഷെ ആദ്യം ഈ പോകണം എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലുള്ളത് കൊണ്ട് മറ്റ് പരിപാടികൾക്കൊന്നും സാധാരണ ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ല. പള്ളിയിൽ പോകും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നീടാണ് എന്നെ ഒരു നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരൻ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും അപ്പോഴാണ് ഞാനിവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് തന്നെ ഒരു തരത്തിൽ അറിയുന്നത്. ഞാൻ ആദ്യം കരുതിയിരുന്നത് നാട്ടിലത്തെ അത്രയൊന്നും ദുബായിലൊന്നും ആധ്യാത്മിക മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ശുശ്രൂഷകളോ ഇല്ലയെന്നായിരുന്നു. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെയധികം ശുശ്രൂഷകൾ ഇന്ന് ഇവിടെ നടക്കുന്നു, നമുക്ക് എല്ലായിടത്തും അറിയാം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പോയി അവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്തു. പിന്നെ നമ്മുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ LSS ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് പിന്നീട് ഞാൻ കുറച്ച് പാട്ടും ഇതൊക്കെയായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷകൾ നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രധാനമായിട്ടും അതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഞാൻ നാട്ടിലായിരുന്നപ്പോഴും ഞാൻ MBBS കഴിഞ്ഞ് വന്ന സമയങ്ങളിലും PG കഴിഞ്ഞ സമയത്ത് ഞാൻ തൃശ്ശൂർ അതിരൂപതയുടെ ഈ വിവാഹമൊരുക്ക ക്ലാസ്സുകളിൽ ജീവൻ്റെ മൂല്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെയും അതുപോലെ കുറച്ച് അറിഞ്ഞ് നമ്മുടെ ഷാർജ ദേവാലയത്തിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഈ കൊറോണ തുടങ്ങുന്ന ഈ സമയം വരെ ഇടവിട്ട്, എല്ലാ ദിവസവുമില്ല, ചില അവസരങ്ങളിലൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ദുബായിൽ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, ഡോക്ടർ പാട്ടുപാടും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഗാനത്തിൻ്റെ ഈരടികളൊന്ന് പാടി ദൈവത്തിനോട് നമുക്ക് നന്ദിയും കൂടെ പറയാം അല്ലേ? ഡോക്ടറിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് ശ്രമിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകി നീ കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
വളരെ 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 നന്നായിരിക്കുന്നു. നല്ല പാട്ട്, നല്ല ശബ്ദം, ദൈവം അനുഗ്രഹിച്ച് നൽകിയ ശബ്ദം. അപ്പോൾ ഈ ഞാൻ പലപ്പോഴും ഒത്തിരിയേറെ ഇടത്ത് ഞാൻ ഡോക്ടർ പാടുകയും കീബോർഡ് വായിക്കുകയും പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ദുബായിലെ വിവിധ ശുശ്രൂഷകളിൽ. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ ഓർക്കണം. കാരണം ദൈവം ജ്ഞാനം നൽകി, പഠിക്കാൻ അവസരം നൽകി, നല്ലൊരു പൊസിഷൻ. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ ഒരു നന്മ തന്നെയാണ്. ഒരു ഡോക്ടർ, നല്ല ഡോക്ടറാണെങ്കിൽ സമൂഹത്തിന് മുഴുവൻ നന്മ തന്നെയാണ്. അപ്പോൾ അത്രയൊരു പൊസിഷനിൽ ഇരുന്നു കൊണ്ടിട്ടും ദൈവത്തെ സ്തുതിക്കാനും പാട്ട് പാടാനും കീബോർഡ് വായിക്കാനും കരങ്ങൾ ഉയർത്തി ദൈവമേ എന്ന് നന്ദി പറയാനും ഒക്കെ കാണിക്കുന്ന ആ സ്നേഹം, ദൈവസ്നേഹം അനേകർക്ക് മാതൃക തന്നെയാണ്. ഒരുപക്ഷെ ഡോക്ടർ പോലും അറിയാത്ത വിധത്തിൽ അത് മറ്റുള്ളവർക്ക്, ഞങ്ങളൊക്കെ എപ്പോഴും അത് ചിന്തിക്കുന്ന ആൾക്കാരുമാണ്. കണ്ടോ എത്ര തിരക്കുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്വം സിമ്പിളല്ല. അപ്പം അവിടെ നിന്നുകൊണ്ടിട്ടും സമയം കണ്ടെത്തുകയാണ് ദൈവത്തിന് നന്ദി പറയാൻ, വചനം പഠിക്കാൻ, വചനം എവിടെയെങ്കിലും സാധ്യത കിട്ടിയാൽ ശുശ്രൂഷ ചെയ്യാൻ. അതൊക്കെ അങ്ങേയറ്റം തലമുറകൾക്ക് മാതൃകയാണ്. അതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇനി ഭാര്യ എന്താണ്, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഇവിടെ നിന്ന സമയം അല്ലെങ്കിൽ അവരുടെ പഠനം, ആ സമയത്തൊക്കെ ഈ ജോലിയും ശുശ്രൂഷകളും ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഈ ഇത്രയും തിരക്കുള്ള ഈ ദുബായ് പോലെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം സാധ്യതകൾ തരുന്നു? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഭാര്യ രശ്മി അവർ ഗ്രാജുവേറ്റാണ്, ട്രെയിൻഡ് എന്ന് പറയുക, ടീച്ചർ, B.Ed കഴിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ ആൾ ജോലി ചെയ്യുന്നില്ല, ആൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കാര്യമൊക്കെയും വൈഫ് തന്നെയാണ് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പഠനങ്ങളിലാണെങ്കിലും ഞാൻ അധികം ഇടപെടേണ്ടി വരാറില്ല, വല്ലപ്പോഴേക്കും മാത്രമേ ഇടപെടേണ്ടി വരാറ്. അപ്പോൾ പഠനങ്ങളും കാര്യങ്ങളൊക്കെ, വീട്ടിലത്തെ കാര്യങ്ങളും പ്രാർത്ഥനയും അവരുടെ ആധ്യാത്മിക ജീവിതത്തിലേക്കും പ്രധാന ശ്രദ്ധ പതിപ്പിക്കുന്നതെല്ലാം ഭാര്യ തന്നെയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സാധ്യത ദൈവം നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിരിക്കും അല്ലേ. അടുത്തത് എൻ്റെ ഒരു ചോദ്യം, ഈ മേഖല, ഡോക്ടർ എന്ന് പറയുന്ന മേഖല സർവ്വ രീതിയിലും നന്മ ചെയ്യാനും പറ്റും, എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അതിനെ മിസ്യൂസ് ചെയ്യാനും പറ്റും. എന്നാൽ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഡോക്ടർ എങ്ങനെയായിരിക്കണം സമൂഹത്തോടും, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളോടുമൊക്കെ ചേർന്ന് തൻ്റെ ദൗത്യം നിർവഹിക്കേണ്ടത്? അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു നമ്മളെങ്ങനെയാണ് മോൾഡ് ചെയ്ത് വന്നിരിക്കുന്നത്, അത് ഒരു പ്രധാനമായിട്ടും അതിൽ ഒരു ഘടകമാണ് നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം നമ്മളെ അതിന് ഒരു നല്ല വ്യക്തിയാവാൻ സഹായിക്കും. ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അത് ആ വ്യക്തി ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പോൾ ഡോക്ടറിന് മാത്രമല്ല, ഏത് മേഖലയിലാണെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ വേണം നമ്മുടെ ജോലികൾ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഏത് മേഖലയിലാണെങ്കിലും അത് തന്നെയാണ് പ്രാധാന്യമായിട്ടുള്ളത്. അപ്പോൾ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം, ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. പിന്നെ ഇത് ഒരു പ്രിവിലേജ്, ഒരു ആനുകൂല്യം മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ജോലിയും പോലെ ആ ഒരു ഉത്തരവാദിത്വം തിരിച്ച് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കും അതിന് പഠനത്തിൻ്റെ ഭാഗത്താണെങ്കിൽ അതിന് വേണ്ട രീതിയിൽ ഒരുങ്ങാം. രോഗികളാണെങ്കിലും അവരുടെ അടുത്ത് ഇപ്പോൾ പ്രത്യേകിച്ചും രോഗികളാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കാണും. അപ്പോൾ അവരോട് ശ്രദ്ധയോടെയും സാവകാശവും കേൾക്കുക, നമുക്ക് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുക, പറ്റാത്തത് സഹായം ലഭിക്കാവുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ അവരെ അയക്കുക. അത്രയേ ഉള്ളൂ. അതത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ അല്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാ മേഖലയും പോലെ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ സാധാരണ രീതിയിൽ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് ഡോക്ടറിൻ്റെ ജീവിതത്തിൽ ഡോക്ടർ അനേകം രോഗികളെ ശുശ്രൂഷിക്കേണ്ടിയിരിക്കുന്നു, ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ സ്വന്തം ജീവിതത്തിലും ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അറിഞ്ഞത് ഡോക്ടറിനും കോവിഡ് പിടിച്ചു എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ സമയത്തെ ഒരു അനുഭവം, അല്ലെങ്കിൽ എന്തായിരുന്നു ദൈവത്തിൻ്റെ കരങ്ങൾ കാണാൻ പറ്റിയ നിമിഷങ്ങളായിരുന്നു അത്? പറയൂ. തീർച്ചയായിട്ടും. കാരണം ഇതുവരെയും ഈ ഇത്രയും വർഷങ്ങളോളം ആശുപത്രിയിൽ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും രോഗിയായിട്ട് അഡ്മിറ്റ് ആയിരുന്നില്ല. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയത് ഈ വർഷം ഫെബ്രുവരിയിലാണ്. അപ്പം അങ്ങനെ അതൊരു നല്ലൊരു അവസരമായിരുന്നു എന്ന് വിചാരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടൊരു 14 ദിവസത്തോളം നല്ല വിട്ടുമാറാത്ത പനിയും, പിന്നീട് പനി കുറഞ്ഞു വന്നു തുടങ്ങിയപ്പോൾ ന്യൂമോണിയ വന്ന് ഇത്തിരി ശ്വാസം ബുദ്ധിമുട്ടൊക്കെ ആയി. ഒരു 5 ദിവസത്തോളം ഓക്സിജൻ സപ്പോർട്ടിലൊക്കെ ആയിരുന്നു.
അപ്പോൾ അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലന വളരെ അടുത്തറിയാൻ പറ്റിയൊരു സന്ദർഭമായിരുന്നു. ദൈവത്തിൻ്റെ പരിപാലന മാത്രമല്ല, നമുക്ക് വേണ്ടി ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒട്ടനവധി പേര് പ്രാർത്ഥിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്തൊരു അവസരമായിരുന്നു അതുപോലെ. അപ്പോൾ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരു പേഷ്യൻ്റ് പേഴ്സ്പെക്റ്റീവ്, ഒരു രോഗിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമായിരുന്നു അത്. അപ്പോൾ ആ രീതിയിൽ അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ദൈവപരിപാലനം ഏറ്റവും അടുത്ത് അനുഭവിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നുള്ള നിലയ്ക്കും രോഗി എന്നുള്ള നിലയ്ക്കും കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയൂ. പൊതുജനങ്ങളോട് നമുക്ക് പറയാമല്ലോ, ആത്മധൈര്യത്തോടെ അല്ലേ, മനോബലത്തോടെ പ്രാർത്ഥനയോടെ നിൽക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ല. അതൊന്ന് പറയാം. ഏത് രോഗമാണെങ്കിലും നമ്മുടെ കയ്യിലല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കറിയാവുന്ന പ്രതിരോധ മാർഗങ്ങളെല്ലാം സ്വീകരിക്കുക. അതിനപ്പുറം നമ്മൾ ഈ കോവിഡ് വരുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒട്ടനേകം പേരുണ്ട്. അതിൻ്റെ പേടിയിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനോ ഒന്ന് പുറത്തു കിടക്കാനോ എന്തെങ്കിലും ചെയ്യാനോ കൂടെ പേടിച്ച് കഴിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പേടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നമുക്കറിയാവുന്ന നമുക്ക് സാധ്യമായ എല്ലാ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുക. അത്രയാണ് കോവിഡിനെ കുറിച്ച് നല്ല ഏത് രോഗത്തെക്കുറിച്ചും അങ്ങനെ തന്നെ കാണുന്നത്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നമുക്ക് സാധ്യമായ എല്ലാ പ്രതിരോധങ്ങളും നമ്മൾ ചെയ്യുകയും ചെയ്യാം. അതാണ് കറക്റ്റാണത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പാട്ട് ട്യൂൺ ചെയ്തതായിട്ട് എനിക്കറിയാം. വൈഫ് എഴുതിയ പാട്ടാണെന്ന് എനിക്കറിയാം. അതിനേക്കാൾ ഉപരി നിങ്ങളത് പാടുകയും രണ്ടുപേരും കൂടെ ഒന്നിച്ച് പാടുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു 4 ലൈനും കൂടെ ഒന്ന് പാടാമോ നമ്മുടെ സമയത്തിനുള്ളിൽ? ഓക്കെ. അതും ഇവിടെ ദുബായിൽ വന്നപ്പോഴാണ് കുറച്ചും കൂടെ സമയം എക്സ്ട്രാ വന്നു എന്ന് തോന്നിയപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹം, കീബോർഡൊക്കെ ഒന്ന് പഠിച്ചാലോ എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു. കുറച്ച് നാൾ പഠിച്ചു. പിന്നെ എൻ്റെ മകൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പഠിപ്പ് നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് ഇതുപോലെ കുറച്ചിങ്ങനെ വരികളൊക്കെ കുറിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഒരു രസത്തിന് എന്നാൽ ഞാനൊന്ന് ട്യൂൺ ചെയ്ത് നോക്കിയാലോ എന്ന് കരുതി അങ്ങനെ അത് ചെയ്തത്. അതിന് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, അങ്ങനെ അത് ചെയ്ത്. പിന്നെ ഈ മാഷ് അപ്പോഴും ഉണ്ടായിരുന്നു, എൻ്റെ മകനെ പഠിപ്പിക്കാനുണ്ടായിരുന്ന ജോർജ് എന്ന് പറഞ്ഞ മാഷുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ട് നമുക്കത് ട്യൂൺ ചെയ്ത് ഇറക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതൊരു പാട്ടായിട്ട് പുറത്തു വന്നത്. അതിൻ്റെ 4 ലൈൻ പാടാമോ? പരിശുദ്ധാത്മാവേ പരിപാവനനേ എന്നുള്ളിൽ നിറയേണമേ. പരിശുദ്ധാത്മാവേ പരിപാവനനേ എന്നുള്ളിൽ നിറയേണമേ. വരമായി ദാനമായി ഫലങ്ങളായി എന്നുള്ളിൽ നിറയേണമേ. വരമായി ദാനമായി ഫലങ്ങളായി എന്നുള്ളിൽ നിറയേണമേ. പരിശുദ്ധാത്മാവേ പരിപാവനനേ എന്നുള്ളിൽ നിറയേണമേ. നിൻ ദിവ്യ സ്നേഹാഗ്നിജ്വാലയാൽ എന്നെ ശുദ്ധീകരിക്കേണമേ. ഉന്നതത്തിൽ നിന്ന് ജ്ഞാനമായി വന്ന് എന്നെ നടത്തേണമേ. പരിശുദ്ധാത്മാവേ പരിപാവനനേ എന്നുള്ളിൽ നിറയേണമേ. വളരെ ഭംഗിയായിരിക്കുന്നു. രചനയും സംഗീതവും ഒക്കെ നന്നായിരിക്കുന്നു. ഇനിയും നല്ല നല്ല പാട്ടുകൾ എഴുതാനും ട്യൂൺ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് ദൈവം നൽകിയ എല്ലാ കഴിവുകളും ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് അതിന് അർത്ഥം ഉണ്ടാകുന്നത്. ഈശോ തന്നെ പറയുന്നില്ലേ, താലന്തുകളുടെ ഉപമയിൽ അതിനെ വർദ്ധിപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറുകയാണ്. അപ്പോൾ ഡോക്ടറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഡോക്ടറിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഷാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടറിനെ ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് തസ്തികയിലായാലും ഏത് അവസ്ഥയിലായാലും അത് ദൈവം നൽകിയ ദാനമാണെന്ന് ഓർത്തുകൊണ്ട് ആ പ്രൊഫഷനെ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു
ജീവിത ശൈലിയാക്കി ക്രിസ്തു മുഖത്തോടുകൂടി അവതരിപ്പിക്കാൻ പറ്റുമ്പോൾ അതിന് അർത്ഥമുണ്ട്, മൂല്യമുണ്ട്, അതിന് വലിയ ശ്രേഷ്ഠതയുമുണ്ട്. ഡോക്ടർ തോമസൺ ആൻ്റണി അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. ക്രിസ്തുവിൻ്റെ ആ കാഴ്ചപ്പാടുകളോടുകൂടി ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ ജോലിയെയും കുടുംബത്തെയും ജീവിതത്തെയും ശുശ്രൂഷകളെയും കൊണ്ടുപോകുന്ന നല്ല വ്യക്തിത്വം. ഇതെന്നും തുടരാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് അത് അനുഗ്രഹമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരാകുന്നവരും ഡോക്ടർമാരാകാൻ പഠിക്കുന്നവരും ഒക്കെ നല്ല ജീവിത മാതൃക സമൂഹത്തിന് നൽകാനും, അതോടൊപ്പം തന്നെ തിരുസഭയുടെ മക്കളാണെങ്കിൽ തീർച്ചയായും ആ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിമാ